ഹലോ ഫാമിലി. ഇത് വലിയൊരു വീഡിയോ ഉണ്ട് കേട്ടോ, ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പൊ അത് ഞാൻ ഓരോരുത്തർക്കും കമന്റിലൂടെ, ഞാൻ യൂട്യൂബിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തതിലൊക്കെ ഞാൻ ഓരോരുത്തർക്കും കമന്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ പിന്നെയും പിന്നെയും അത് ആവർത്തിക്കണത് കാണുമ്പോൾ, അത് പ്രത്യേകിച്ച് തുടക്കക്കാരത് ചെയ്യണ കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ്. കാരണം ചിലവർ കോമഡി ആയിട്ട് ചാനൽ തുടങ്ങിയവരുണ്ടാവും, പക്ഷെ ചിലവർ സീരിയസ് ആയിട്ട് ഇതിനെ കാണുന്നവരുണ്ടാവാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ കേട്ടോ. അതായത് ഞാൻ യൂട്യൂബിനെ കുറിച്ച് ഏകദേശം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ, വലിയ ചാനലൊന്നും എൻ്റെ ആയിട്ടില്ല, എന്നാലും ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ, മനസ്സിലാക്കി വെച്ച കാര്യങ്ങൾ, തെറ്റായിരുന്നുള്ളത് ശരിയായിരുന്നുള്ളത്, ഞാൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാനൊരു 4-5 വീഡിയോ എനിക്ക് തോന്നണം യൂട്യൂബിനെ കുറിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ജിജോന്റെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ്, ദൈവമേ ഇങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ എൻ്റെ വീഡിയോന്റെ താഴെ വന്ന് ഇവർ ചെയ്യുന്നുണ്ടല്ലോ. ഇവര് പലരും ചിലപ്പോൾ ജിജോന്റെ വീഡിയോ കണ്ടവരുണ്ടാവത്തില്ല. അപ്പോൾ ഇത് നിങ്ങളോട് പറയണം തോന്നി, വലിച്ചു കിട്ടുള്ളൂ കേട്ടോ. ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നിന്നപ്പോഴാണ് ഈ ഒരു കാര്യം നിങ്ങളോട് പറയണല്ലോ എന്ന് കരുതിയത്. അതായത് എൻ്റെ വീഡിയോന്റെ താഴെ മാത്രമല്ല, ഏതൊരു വീഡിയോന്റെ താഴെ പോയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരുമിച്ച് മുന്നേറാം എന്നൊരു കമന്റ് കണ്ടിട്ടുണ്ടാവും. പിന്നെ അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് തന്നെ തുടക്കക്കാരാണ് കൂടുതലും ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പോയിട്ട് പറയും, ഞാൻ സബ് ചെയ്തിട്ടോ, എനിക്ക് വരുന്ന കമന്റ്, ചേച്ചി ഞാൻ സബ് ചെയ്തിട്ടോ, തിരിച്ചും എന്നെ സബ് ചെയ്യണോട്ടോ. പിന്നെ ചേച്ചി എനിക്കൊരു ഇതുണ്ട്, ഇതിലേക്ക് വന്നിട്ട് അതായത് ലിങ്ക് ഇട്ട് തരും, ലിങ്ക് ഇട്ടെന്ന് ചേച്ചി ഈ ചാനലൊന്ന് കയറി നോക്കണോട്ടോ എന്ന് പറഞ്ഞ് ലിങ്ക് ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ പിന്നെ പറയും, എന്താണ് ചേച്ചി ഞാൻ കമന്റ് ഇട്ടിട്ടുണ്ട്, എൻ്റെ വീഡിയോ കണ്ടിട്ടും കമന്റ് ഇടണം കേട്ടോ. അങ്ങനെയുള്ള നമ്മളെ തന്നെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണ രീതിയിലുള്ള കമന്റുകൾ, അതായത് നമ്മളുടെ ഒരു അവസ്ഥ കൊണ്ടാണ് ചെയ്യുന്നത്. കാരണം ഒരു സബ്ബെങ്കിലും, ഒരു സബ് കിട്ടിയാൽ 1000 സബ് എത്രയും പെട്ടെന്ന് ആവാലോ എന്നുള്ള ഞാൻ ഈ വീഡിയോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഞാനും പഠിക്കാനുണ്ട് ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ, കൺട്രോൾ ചെയ്യട്ടെ കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്യണ രീതിയിലുള്ള കമന്റുകൾ, അതായത് ഒരു തവണ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, ഒരേപോലത്തെ കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഒരു ഹാർട്ട് മാത്രം ഒഴിക്കും, എല്ലാവരെയും വീഡിയോയിൽ കൊണ്ടുപോയിട്ട് ഒരു ഹാർട്ട് മാത്രം ഇടുന്നവരുണ്ടാവും. കുറച്ച് ദിവസം കഴിയുമ്പോൾ പലരും വന്ന് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി എനിക്ക് കമന്റ് ഇടാൻ പറ്റണില്ലല്ലോ. ആദ്യത്തെ വാണിംഗ്, യൂട്യൂബ് തരുന്ന ആദ്യത്തെ വാണിംഗ് ആണ് കമന്റ് ഇടാൻ പറ്റാതാക്കുക. രണ്ടാമത്തെ വാണിംഗ് എന്ന് പറയുന്നത്, നമ്മളെ ചാനൽ, വാണിംഗ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല, ചാനൽ അടിച്ചു പോകും. നമ്മളെ തന്നെ, ചേച്ചി ഞാൻ സബ് ചെയ്തിട്ടുണ്ട്, എന്നെ തിരിച്ച് സബ് ചെയ്യണേ, ഒരുമിച്ച് മുന്നേറാം, ഓടിവായോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇതൊന്നും അവരിപ്പോ തിരിച്ച്, ഞാനിപ്പോ അപ്പൊ തന്നെ നിങ്ങളെ കണ്ടിട്ട് ഞാൻ സബ് ചെയ്യാട്ടോ, സബ് എന്നൊരു വേർഡ് ഞാൻ പലപ്പോഴും യൂസ് ചെയ്യാറില്ല, ഓക്കേടാ എന്ന് മാത്രം പറഞ്ഞിട്ട് ഞാൻ പോവലാണ് പതിവ്. പക്ഷെ അപ്പൊ തന്നെ ഞാൻ സബ് ചെയ്താലും നിങ്ങൾക്കത് യൂട്യൂബ് തരത്തില്ല, അത് സ്പാം ആക്കി കളയും, അത് പോകും. അപ്പൊ ദയവ് ചെയ്ത് നമ്മളുടെ ഒരു ചില അവസ്ഥ കൊണ്ടായിരിക്കണം നമ്മൾ അങ്ങനെ ചെയ്യുന്നേ. ആരെങ്കിലൊക്കെ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് സബ് ചെയ്തിരുന്നെങ്കിൽ, നേരിട്ട് കൊണ്ടുപോയി ലിങ്ക് ഇടും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായല്ലോ എന്താ ഞാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. അപ്പൊ അത് ചെയ്യാതിരിക്കുക. ചെയ്ത് കഴിഞ്ഞാൽ പലർക്കും അനുഭവം കിട്ടിയിട്ടുണ്ടാവും, കമന്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ കമന്റ് ടൈപ്പ് ചെയ്തുമ്പോൾ സംതിങ് എറർ എന്ന് പറഞ്ഞിട്ട് ആ കമന്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഞാനും നിങ്ങൾക്ക് റിപ്ലൈ തരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരാൾക്ക് ചിലപ്പോൾ അവർക്കൊരു ഓക്കെ താങ്ക് യു ആയിരിക്കും എനിക്ക് കൊടുക്കാനുള്ളത്, പക്ഷെ ഞാനത് റിപ്പീറ്റ് ചെയ്ത് ഓക്കെ താങ്ക് യു കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കമന്റിന് പ്രശ്നം വരും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഒന്ന്, നമുക്ക് വാണിംഗ് തരും. രണ്ടാമത്തത്, നമ്മൾ അത്രയും സീരിയസ് ആയിട്ട് യൂട്യൂബിനെ കണ്ടു തുടങ്ങിയവർ, കഷ്ടപ്പെട്ട് തുടങ്ങിയവരുടെ ചാനൽ അടിച്ചു പോകും, ഉറപ്പാണ്. കാരണം ഞാൻ ജിജോന്റെ വീഡിയോ കണ്ടപ്പോഴാണ്, ദൈവമേ ജിജോന്റെ വീഡിയോ എല്ലാവരും കണ്ടിരുന്നെങ്കിൽ എനിക്കിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അതിൽ തന്നെ അവൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എവിടെയാണ് അതിന്റെ കമന്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള കമന്റ്സ് വന്നു കഴിഞ്ഞുള്ള കാര്യങ്ങൾ അവൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ കരുതിയത്, ദൈവമേ എൻ്റെ മറ്റേ വീഡിയോയുടെ താഴെ വന്നിങ്ങനെ ഒരുപാട് കമന്റ്, ചിലവരോടൊക്കെ ഞാൻ പറയും ഈ ഒരൊറ്റ കമന്റ് മതി നിങ്ങളുടെ ചാനൽ ഇതായിപ്പോ, അല്ലെങ്കിൽ ഫ്രീസ് ആയി പോവും, നമുക്ക് വ്യൂ ഒന്നുമില്ലാതെ നമ്മളെ തന്നെ കുറെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതങ്ങ് വ്യൂ ഒന്നും ഇല്ലാതെ യൂട്യൂബ് നല്ല ഒന്നാന്തരം പണി തരും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട, അതായത് നമ്മൾ ഉടായ്പകളൊന്നും ചെയ്യണ്ടെന്നേ. നമ്മൾ കൃത്യസമയത്ത്
നല്ല നല്ല കണ്ടന്റ്, നല്ല നല്ല തംബ്നെയിലിട്ട് ആളുകൾക്ക് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് നിങ്ങളോട് ഞാൻ തംബ്നെയിലിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, വലിയ പ്രൊഫഷണൽ ആയിട്ടുള്ള തംബ്നെയിൽ വേണ്ട, നമ്മൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ, ഒരു തേർഡ് പേഴ്സന്റെ വ്യൂ കൂടി നോക്കുക, ഈ ആൾക്ക് ഈ ഒരു തംബ്നെയിൽ കണ്ടാൽ മനസ്സിലാവോ, ഓക്കെ. ക്യാപ്ഷൻ, നല്ലൊരു ക്യാപ്ഷൻ ഇടുക. നമ്മൾ എന്താണോ പബ്ലിക്കിലേക്ക് കൊടുക്കാൻ പോകുന്നത് അതിൽ ഉൾപ്പെടുന്ന ഒരു ക്യാപ്ഷൻ അതിലിടുക. കൃത്യസമയം പാലിക്കുക. ഡെയിലി വീഡിയോ, ഷോർട്സ്, കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇട്ടുകൊണ്ടേയിരിക്കുക. യൂട്യൂബ് നമ്മളെ കൊണ്ടുപോയി കാണിച്ചോളും ആൾക്കാരുടെ ഇടയിൽ, നമ്മളായിട്ട് നമ്മളെ പൊക്കിക്കൊണ്ട് വരണ്ട. മനസ്സിലായി എന്നാണ് കരുതുന്നത്. ദയവ് ചെയ്ത് നിങ്ങളുടെ കമന്റ് ഇടരുത്, ചാനൽ അടിച്ചു പോകും. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? ഇനിയിപ്പോൾ എനിക്കൊന്ന് യൂട്യൂബിനെ കുറിച്ച് ഒരൊറ്റ വീഡിയോ കൂടി എന്നോട് ചോദിച്ചിട്ടുള്ളൂ. ഷോർട്സിന്റെ തംബ്നെയിൽ, ഷോർട്സിന്റെ ആ ഒരു എഡിറ്റിംഗ് ഉണ്ട്, അവിടേക്ക് ഇങ്ങനെ എഴുതിയിട്ട് ചിലവരുടെ ഷോർട്സിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ എഴുതി കാണാലോ ചേച്ചി, അതെങ്ങനെ വരും, അത് കറക്റ്റായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കാണൂലല്ലോ, അതെങ്ങനെ കാണിച്ചിടും എന്നൊക്കെ ചോദിച്ചതുണ്ട്. ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കണത്, എന്നോട് ചോദിച്ചല്ലോ, അതിപ്പോ 1-2 പേരാണെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്യും, അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. കാരണം ഞാൻ എൻ്റെ ഒരു ടെക് ചാനലല്ല, നമ്മളൊരു അനുഭവം പറഞ്ഞു കൊടുക്കുന്നു, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ എൻ്റെ 2ാമത്തെ പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വ്യൂ കണ്ടാൽ മനസ്സിലാവല്ലോ, നിങ്ങൾക്ക് അപ്പോൾ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എത്ര വീഡിയോ, എത്ര ഷോർട്സ്. നിങ്ങൾ ശരിക്കും നോക്കുമ്പോൾ മനസ്സിലാവും. ഡെയിലി ഷോർട്സ് ഇട്ട് 2 ദിവസം കൂടുമ്പോൾ വീഡിയോ ഇട്ട് ആഴ്ചയിലൊരിക്കൽ ലൈവ് ഇട്ട് അങ്ങനെ കറക്റ്റായിട്ട് പൊക്കോണ്ടിരിക്കുന്ന എനിക്ക് എന്നാണ് ആദ്യത്തെ പേയ്മെന്റ് കിട്ടിയത്? നവംബർ ലാസ്റ്റാണ് ആദ്യത്തെ പേയ്മെന്റ് കിട്ടിയത്. അപ്പൊ ഇത്രയും വ്യൂ, ഇത്രയും ഇതൊക്കെ ഉള്ളവർക്ക് എന്നായിരിക്കും 2ാമത്തെ പേയ്മെന്റ് കിട്ടുന്നത്? ഇപ്പൊ ഫെബ്രുവരി ആയില്ലേ, അപ്പോൾ ഡിസംബർ, ജനുവരി 2 മാസം ഗ്യാപ്പ് എടുത്തിട്ടാണ് എനിക്ക് 2ാമത്തെ പേയ്മെന്റ് വന്നത്. ആദ്യത്തെ പേയ്മെന്റിനേക്കാളും കൂടുതലുണ്ട്. അപ്പൊ ഒരു 15-16ഓളം ഉണ്ട് 2ാമത്തെ പേയ്മെന്റ്. ആദ്യത്തത് 8,000 സംതിങ് ആയിരുന്നു, സെക്കൻഡ് പേയ്മെന്റ് ഇത്രയായിരുന്നു. അപ്പൊ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഓരോ മാസത്തിലേക്ക് പേയ്മെന്റ് വരാൻ കുറച്ചുകൂടി വ്യൂസ് വേണം, കുറച്ചുകൂടി വീഡിയോസ് ചെയ്യണം, കുറച്ചുകൂടി ഞാൻ ശ്രദ്ധിക്കണം. അപ്പോൾ എനിക്കൊരു മന്ത്ലി സാലറി പോലെ ആകും. എനിക്കിത് പറ്റുമെങ്കിൽ നിങ്ങൾക്കിത് പറ്റും. ഞാൻ എന്തൊന്ന ഈ വീഡിയോ ഇടുന്നത്, ഞാൻ നിങ്ങളിലേക്ക് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അതേപടി ഒരുപാട് പ്രൊഫഷണൽ ആയിട്ടുള്ള എഡിറ്റിങ്ങോ ഒന്നുമില്ലാതെ എത്തിക്കുന്നു. അത് തന്നെ നിങ്ങളും ചെയ്യുക. എടുക്കുമ്പോൾ ഒരു മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ എടുക്കണം എന്നുള്ളൂ. അത് എത്ര ഒരു 10,000 രൂപയുടെ ഫോണാണെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം വെളിച്ചമുണ്ടോ, സൗണ്ട് ഉണ്ടോ, ക്ലാരിറ്റി ഉണ്ടോ, അത്രയും നോക്കിയാൽ മതി. അടിപൊളിയായിട്ടിരിക്കട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ. ഒരിക്കലും എല്ലാവരും കയറി വരും. ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ബൈ ബൈ.